ഹായ് മക്കളെ, SSLC റിസൾട്ട് അറിഞ്ഞു. എല്ലാവരും അതിൻ്റെ ആഹ്ലാദത്തിലാണെന്നറിയാം. നമുക്കിനി ഹയർ സെക്കൻഡറിയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനുവേണ്ടി നേരത്തെ ഒരുക്കി വെക്കേണ്ടതെന്തെല്ലാം, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്തെല്ലാം, അതെല്ലാം നമുക്കൊന്ന് നേരത്തെ അറിഞ്ഞു വെക്കേണ്ടതല്ലേ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് മുതൽ ആ അഡ്മിഷൻ പ്രൊസീജിയർ എൻഡ് ചെയ്യുന്നത് വരെ ഏകദേശം 7 സ്റ്റെപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓരോ സ്റ്റെപ്പ് ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തത് ട്രയൽ അലോട്ട്മെൻറ്റ്, മൂന്നാമത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, നാലാമത് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അഞ്ചാമത് തേർഡ് അലോട്ട്മെൻറ്റ്, ആറാമത് +1 ക്ലാസ്സുകൾ തുടങ്ങുന്നു. അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. അതോടുകൂടി അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും. മക്കൾ, ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില ഡേറ്റുകൾ പറയുകയാണ്. ഈ ഡേറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിന്നും ഒരു കാരണവശാലും സ്കിപ്പ് ആവാതിരിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. ആദ്യം തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മെയ് 16-ാം തീയതിയാണ്. മെയ് 25 വരെയാണ് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ്. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് മെയ് 29-ാം തീയതിയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ 5-ാം തീയതിയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 12-ാം തീയതിയും തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ 19-ാം തീയതിയുമാണ്. +1ൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണത് ജൂൺ 24-ാം തീയതി. +1 ക്ലാസ്സുകൾ തുടങ്ങിയ ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുന്നതോടുകൂടിയാണ് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുക. മക്കൾ, ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 16-ാം തീയതിയാണ്. അന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുപോലെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായി അവസാന ദിവസം, അതായത് മെയ് 25 വരെയും വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള പേജ് ഓപ്പണായി നിങ്ങളതിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. മക്കളെ, +1ൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് www.admission.dge.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ്. നിങ്ങളിപ്പോൾ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൈഡിലായി വ്യൂ പ്രോസ്പെക്ടസ് എന്നുള്ളൊരു ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളൊരു വേറൊരു പേജിലേക്ക് പോകും. അതിൽ ഏറ്റവും മുകളിൽ തന്നെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത പ്രോസ്പെക്ടസ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. അതിൽ 21 മുതലുള്ള പേജുകൾ നമുക്ക് അത്യാവശ്യമാണ്. സാധാരണ എല്ലാ കുട്ടികൾക്കും കൺഫ്യൂഷൻ വരുന്നത് അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട സ്കൂളുകളുടെ പേരും അതുപോലെ തന്നെ കോഴ്സും എന്താണെന്നുള്ളതാണ്. നമുക്കിവിടെ കോഡുകളായിട്ടാണ് സ്കൂളും കോഴ്സും തിരഞ്ഞെടുക്കേണ്ടത്. അതിന് ഈ പ്രോസ്പെക്ടസിലെ 21-ാമത്തെ പേജിൽ സബ്ജക്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സയൻസ് കുട്ടികൾക്കാണെങ്കിൽ അത് 1 മുതൽ 9 വരെയും, കൊമേഴ്സുകാരാണെങ്കിൽ 36 മുതൽ 39 വരെയുമാണ് സബ്ജക്റ്റ് കോഡ് വരുന്നത്. ബാക്കി കോഡുകൾ വരുന്നത് ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. സബ്ജക്റ്റ് കോഡ് എടുത്തതുപോലെ തന്നെ നമുക്ക് സ്കൂൾ കോഡും എടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ നേരത്തെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത പേജിൽ തൊട്ട് താഴെ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന് കാണാം. ഒരാൾക്ക് ഒരു ജില്ലയിൽ ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഏത് ജില്ലയിലാണ് അപേക്ഷിക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ എറണാകുളം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തു. ആ ഡിസ്ട്രിക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ അപ്പൻഡിക്സ് 6, 7 2 ലിങ്ക് വരും. അപ്പൻഡിക്സ് 7 നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജില്ലയിൽ വരുന്ന എല്ലാ സ്കൂൾസിൻ്റെയും കോഡും ഉണ്ടാകും. ആ സ്കൂൾസിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളുടെ കോഡും ഉണ്ടായിരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും നിങ്ങളുടെ പേപ്പറിൽ എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്കത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് കോഴ്സ് ഓറിയൻറ്റഡ് ചെയ്യാം, 2 സ്കൂൾ ഓറിയൻറ്റഡ് ചെയ്യാം. കോഴ്സ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, സയൻസ് സബ്ജക്റ്റുകൾ നിങ്ങളുടെ വീടിനടുത്ത് ഏതെല്ലാം സ്കൂൾസിലാണുള്ളത് ആ സ്കൂൾസിൽ സയൻസിൻ്റെ ഏതെല്ലാം കോമ്പിനേഷൻ ഉണ്ടോ അതെല്ലാം ഒന്ന് ആദ്യമേ ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളുള്ള സ്കൂൾസ് എടുത്ത ശേഷം നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓരോ സ്കൂളും ഓരോന്നോരോന്നായി ലിസ്റ്റ് ചെയ്യുക. ഇനി സ്കൂൾ ഓറിയൻറ്റഡ് ചെയ്യുന്നവർ, നിങ്ങൾ ചേരുവാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ സെലക്ട് ചെയ്ത ശേഷം അതിൽ അവൈലബിൾ ആയുള്ള കോഴ്സുകൾ എടുത്ത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് പ്രയോറിറ്റിയിൽ വെക്കുക. മക്കൾ, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഓപ്ഷൻസ് വെക്കുമ്പോൾ കൂടിപ്പോയാലും കുറഞ്ഞു പോകരുത് കേട്ടോ. മക്കൾ, ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, ലോക്കൽ ബോഡി ഇവയുടെ എല്ലാം കോഡുകൾ ആവശ്യമായിട്ട് വരും. ഇത് ലഭിക്കുക നമ്മൾ നേരത്തെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത പേജിൽ നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ വരുന്ന അപ്പൻഡിക്സ് 6 ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്റ്റേറ്റ് നെയിം, സ്റ്റേറ്റ് കോഡ്, ഡിസ്ട്രിക്ട് നെയിം, ഡിസ്ട്രിക്ട് കോഡ്, താലൂക്ക് നെയിം, താലൂക്ക് കോഡ്. നിങ്ങളുടെ താലൂക്ക്,
നിങ്ങളുടെ ലോക്കൽ ബോഡി അതിൻ്റെ കോഡ് എന്താണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അവസാനമായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഒരു കുട്ടിക്ക് ഒരു ജില്ലയിൽ ഒരു പ്രാവശ്യം മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏതെങ്കിലും 2 ജില്ലകളുടെ ബോർഡറിൽ താമസിക്കുന്നവരുണ്ടാകും. ഉദാഹരണത്തിന് എറണാകുളം തൃശ്ശൂർ ജില്ലയുടെ ബോർഡറിലൊക്കെ ആയിട്ട് അവർ ചിലപ്പോൾ എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമായിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓരോ ജില്ലയിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. മക്കളെ, ഇതുവരെ പറഞ്ഞത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ ഒരുക്കി വയ്ക്കേണ്ട, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആയിട്ടുള്ള മെയ് 16-ാം തീയതി ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് തരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ന്യൂട്ടൻസ്. ഓൾ ദ ബെസ്റ്റ്.